ഇന്ത്യൻ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് ഭീകരവാദം വളർത്തുന്നതിനായി പോകുന്നവരുടെ സ്വത്തുക്കൾക്ക് പൂട്ടിടാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാൻ ആകട്ടെ ഭീകര സംഘടനയിലേക്ക് ചേരാനായി തന്നെ നിയന്ത്രണ രേഖ കടന്നുകൊണ്ട് അവിടേക്ക് പോകുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് എന്നും ഇവിടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതായത് POKയിൽ നിന്ന് മാത്രമായി തന്നെ ഡസൻ കണക്കിന് യുവാക്കളാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിലേക്ക് എത്തുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇവർ പിന്നീടാകട്ടെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയും ആയുധം കയ്യിലെടുത്തുകൊണ്ട് ആക്രമണ സ്വഭാവം കൈവരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇവരുടെ ഉള്ളിലേക്ക് തീവ്രവാദത്തിന്റെ വിഷങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വിത്തുകൾ പാകുകയും വൈരാഗ്യം വളർത്തിയെടുക്കുവാനും ഈ ഭീകര സംഘടനകൾ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുകയും അതിനായി തന്നെ അവർ പല കാര്യങ്ങളിലേക്കും ലക്ഷ്യം വെക്കുന്നതായി വിലയിരുത്തൽ പുറത്തുവരുന്നുണ്ട്. നിയന്ത്രണ രേഖ കടന്നുകൊണ്ട് പാകിസ്ഥാനിൽ പോയി ഭീകര സംഘടനയിൽ ചേരുന്നവരുടെ സ്വത്തുക്കൾ ഇനി കണ്ടുകെട്ടാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെ പൂഞ്ച്, രജൌരി എന്നിവ ഉൾപ്പെടെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഇവർ മയക്കുമരുന്ന് കടത്ത്, അതേപോലെ തന്നെ തീവ്രവാദ ധനസഹായ ശൃംഖലകൾ എന്നിവയ്ക്കായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിലേക്ക് തീവ്രവാദികളുടെ സുരക്ഷിതമായ നുഴഞ്ഞുകയറ്റം ഉറപ്പാക്കാൻ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ ഏജന്റുമാരായി തന്നെ ഇവർ പ്രവർത്തിക്കുന്നതായും ഇവിടെ കണ്ടെത്താൻ സാധിക്കുന്നതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പൂഞ്ച് ജില്ലയിൽ നിന്ന് 300-ലധികം ഭീകരരെ പോലീസും വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ ആരംഭിച്ചു വരികയാണെന്നും ജമ്മു കാശ്മീരിൽ തീവ്രവാദ ആക്രമണ സ്വഭാവം അത് ആരംഭിച്ചതിനു ശേഷം തന്നെ പൂഞ്ച് ജില്ലയിൽ നിന്ന് 2500 പേർ അധിനിവേശകർ ജമ്മു കാശ്മീരിലേക്ക് അനധികൃതമായി തന്നെ കുടിയേറിയതായും സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 310 പേരാകട്ടെ ഇപ്പോഴും തീവ്രവാദ സംഘടനകൾക്കും അതേപോലെ തന്നെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIക്കും വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇവരിൽ ചിലരാകട്ടെ തീവ്രവാദികളുടെ വഴികാട്ടികളായി തന്നെ പറയപ്പെടുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ രജൌരി, പൂഞ്ചിലെ നിയന്ത്രണ രേഖയുടെ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റത്തിൽ ഇവർ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പൂഞ്ചിലെ അവരുടെ പ്രാദേശിക ശൃംഖലയുമായും തന്നെ ബന്ധമുള്ളതും വിവിധ മാർഗങ്ങളിലൂടെ തന്നെ ബന്ധം സ്ഥാപിക്കുക, ആവശ്യമായ വിവരങ്ങൾ തേടുക, അതുപോലെ ജിഹാദി അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രാദേശിക യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക എന്നിവ ഉൾപ്പെടെ തന്നെ ഇതിൽ ഉൾപ്പെടുന്നതായും ഈ ISI ഇവർക്ക് ഇതിന് ചുമതല നൽകിയിട്ടുള്ളതായും വ്യക്തമാകുന്നുണ്ട്. മാത്രമല്ല ഈ വ്യക്തികളിൽ ഭൂരിഭാഗവും ചില മേഖലകളിൽ നിന്നും എത്തുന്നവരാണ് എന്നും വ്യക്തമാക്കുന്നു. സൗദി അറേബ്യ, ദുബായ്, ഒമാൻ, മറ്റു രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന പൂഞ്ച് ജില്ലയിലെ പൗരന്മാരും ഇതിൽ പലരും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ വിരുദ്ധ വികാരം പ്രചരിപ്പിക്കാൻ ഇടനിലക്കാരായി തന്നെ ഇവർ പ്രവർത്തിക്കുന്നതായി തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.